നിറഞ്ഞ പുൽമൈതാനങ്ങളും ചെമ്മൺ പാതകളും കടന്ന് ധവളപ്രകാശം പൂണ്ട ഒരു ഗ്രാമത്തിൻ്റെ ഹൃദയ നിർമ്മലത തേടിയാണ് ഹരിതഭാരതത്തിൻ്റെ ഇന്നത്തെ യാത്ര. കൊച്ചിയുടെ പ്രാന്തപ്രദേശമായ കിഴക്കമ്പലത്തിനടുത്തെ പഴങ്ങനാടിൻ്റേത് പച്ചപ്പ് നിറഞ്ഞ ശാന്തസുന്ദരമായ ഗ്രാമാന്തരീക്ഷമാണ്. പഴങ്ങളുടെ നാടായിരുന്നു പഴങ്ങനാട്. എന്നാൽ കാലത്തിൻ്റെ കൈകടത്തലുകളിൽ എവിടെയോ വച്ച് പഴങ്ങനാടിന് പഴങ്ങൾ കൈമോശം വന്നുപോയി. പഴങ്ങൾക്ക് പകരം നറും പാലിൻ്റെ നിറസമൃദ്ധിയാണ് ഇപ്പോഴിവിടെയുള്ളത്. ഒരു പാൽമഴ പെയ്തു തോർന്നതുപോലെ അങ്ങിങ്ങു ഘനീഭവിച്ച മേഘശകലങ്ങളെ പേറുന്ന നീലാകാശം. എങ്ങും ഹരിതാഭ മാത്രം. പച്ചപ്പുൽ തടാകങ്ങൾക്ക് പന്തലിട്ടതുപോലെ സമൃദ്ധമായ തെങ്ങിൻ തോപ്പുകൾ. സ്മാർട്ട് സിറ്റി കൊണ്ടുവരാൻ പോകുന്ന തിരക്കുകളിൽ നിന്നും അടർന്നു മാറി പച്ചപ്പുകൾക്ക് നടുവിൽ കാണുന്ന ഈ സ്ഥാപനമാണ് പാലുകാരുടെ ഗ്രാമമെന്ന മിൽഗ്രാം. കേരളത്തിലെ പാലുൽപാദന രംഗത്ത് ഒരു വലിയ കൂട്ടായ്മയുടെ ശക്തി തെളിയിച്ച ഈ സ്ഥാപനം ഒരൊറ്റയാനെപ്പോലെ തലയുയർത്തി നിൽക്കുന്നു. ഒറ്റപ്പെട്ട ജീവിതങ്ങൾ സർവ്വസാധാരണമായ ഇക്കാലത്ത് കൂട്ടായ്മയുടെ നന്മകൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് മിൽഗ്രാം വളർച്ചയുടെ ഔന്നത്യങ്ങളിലേക്ക് കയറി ചെല്ലുന്നത്. നയിക്കുവാനാകട്ടെ കരുത്തനായ ഒരു സാരഥിയും. ഇത് കോര ജോൺ. ഏറെ സ്വപ്നങ്ങൾ കാണുകയും കണ്ടത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്ന ധിഷ്ണാശാലി. കാർഷിക പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് കോര ഈ രംഗത്തേക്ക് വരുന്നത്. തൊഴുത്തു നിറയെ കാളകളും നിറഞ്ഞ പാടങ്ങളും കലപ്പകളുമൊക്കെ മാറ്റുകൂട്ടിയിരുന്ന ഒരു തറവാട്. കോരയുടെ മാതാവ് അടുത്ത ആശുപത്രികളിൽ പാല് കൊടുക്കുവാനായി നല്ല ഇനം പശുക്കളെ വളർത്തിയിരുന്നു. എൻ്റെ വല്യമ്മ എൻ്റെ അപ്പൻ്റെ അമ്മയ്ക്ക് ഇവിടെ വന്ന് കണ്ടപ്പോൾ നല്ലൊരു പശുവിനെ എനിക്ക് തരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി അന്നത്തെ കാലത്ത് തലവടിയിൽ നിന്നൊരു പശുവിനെ വള്ളത്തേലാണ് ആദ്യമായിട്ട് ആലുവായി കൊണ്ടുവന്നു. എന്നിട്ട് ആ പശുവിനെ ആലുവായി കൊണ്ടുവന്നിട്ട് അവിടുന്ന് ഇവിടെ നടത്തിയാണ് ആദ്യമായിട്ട് പശു കൊണ്ടുവന്നത്. ആ പശു അങ്ങ് വളർന്ന് പിള്ളേരൊക്കെ കൊച്ചാൻ്റെ പാൽ കുടിച്ചാൽ വളർന്നത്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ആയപ്പോഴത്തേക്ക് ആ പശു അങ്ങായപ്പോഴത്തേക്ക് പിന്നെ അങ്ങ് ഇൻട്രസ്റ്റ് കുറഞ്ഞു. പിന്നെ നല്ല പാല് കിട്ടാനായിട്ട് വേറൊരു പശുവിനെ വളർത്തപ്പോൾ ഈ ഡോക്ടേഴ്സ് ഇവിടെ വന്നു. അവർക്കും നല്ല പാല് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പശുവായി, 2 പശുവായി, 3 പശുവായി, 4 പശുവായി. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭാരം കൂടിയപ്പോഴത്തേക്ക് പ്രയാസമായപ്പോഴത്തേക്ക് ഇതിന് തന്നെ രണ്ടാമത്തെ മോൻ, ഇപ്പോൾ എസ്റ്റേറ്റിൽ പോയ മോന് ഇതുപോലെ തന്നെ പശുവിനെ വളർത്തണം. ക്രമേണ രണ്ടാമത്തെ സഹോദരൻ കാലി വളർത്തൽ ഏറ്റെടുത്ത് നടത്തി. 1984 കോര ഈ രംഗത്തേക്ക് വന്നപ്പോൾ ആ തൊഴുത്ത് ഏതാണ്ട് 40-ലധികം പശുക്കളുള്ള ഒരു ചെറിയ ഡയറി ഫാമായി മാറിക്കഴിഞ്ഞിരുന്നു. എത്രമാത്രം പാൽ ഉൽപ്പാദിപ്പിച്ചാലും അത് കുറവ് തന്നെ എന്ന അറിവിലാണ് മിൽഗ്രാം എന്ന ആശയം ഉദിച്ചത്. സമീപ പ്രദേശത്തുള്ള കർഷകരെയും ചേർത്ത് ഒരു കൂട്ടായ പ്രവർത്തന രീതിക്ക് രൂപകൽപ്പന നടത്തി. അന്ന് ഈ ഫാമിലുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം നാട്ടിലുള്ള മറ്റുള്ള കർഷകരുമായിട്ട് പങ്കുവെക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ തീർച്ചയായിട്ടും മിൽഗ്രാം എന്നുള്ളൊരു സങ്കല്പം ഉടലെടുക്കുകയാണ്. കാരണം നാട്ടിലെല്ലാം നല്ല നല്ല പശുക്കൾ വന്നപ്പോൾ അവരുടെയും കൂടെ പാലെടുത്ത് സംഭരിച്ച് വിപണനം ചെയ്യുന്ന ഒരു സംവിധാനം ഏർപ്പാട് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. തീർച്ചയായിട്ടും അങ്ങനെയാണ് പാൽക്കാരുടെ ഒരു ഗ്രാമമായ മിൽഗ്രാം ഉണ്ടാകുന്നത്. കണ്ടും കേട്ടുമറിഞ്ഞ പലരും പുതിയ ഫാമുകൾക്ക് തുടക്കമിട്ടു. 2 പശുക്കളുള്ള നാമമാത്ര കർഷകർ മുതൽ വൻകിട കർഷകർ വരെ ഉൾപ്പെട്ട ഒരു വലിയ സംരംഭം അങ്ങനെ സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് കടന്നുവന്നു. നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ പാലും സംഭരിച്ച് വിപണനം ചെയ്യുകയെന്ന ദൗത്യം മിൽഗ്രാം ഏറ്റെടുത്തു. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തമായ ഒരു വലിയ ഗ്രാമത്തിൻ്റെ കരുത്താണ് പാലായിട്ട് ഇങ്ങോട്ടൊഴുകിയെത്തുന്നത്. ഗ്രാമത്തിലെ ഫാമുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പാലിൻ്റെ ഏക സംഭരണ കേന്ദ്രം മിൽഗ്രാമാണ്. പാലിന് അതിൻ്റെ കൊഴുപ്പിൻ്റെ അളവ് നിർണയിച്ച് പരമാവധി വില നൽകിപ്പോരുന്നു. എത്തിച്ചേരുന്ന പാല് ശുദ്ധീകരിക്കുവാനും മറ്റുമായുള്ള അത്യാധുനിക യന്ത്ര സംവിധാനങ്ങൾ മിൽഗ്രാമിലുണ്ട്. പാസ്ചറൈസ് ചെയ്യപ്പെട്ട പാല്
വിപണന സൗകര്യത്തിനായി സ്വന്തം ബ്രാൻഡിൽ ചെറിയ പാക്കറ്റുകളാക്കുന്നു. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ഈ പാൽ വിതരണത്തിനായി എത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ സ്വന്തമായി ഡയറി ഫാമുകളുള്ള പാൽ വിതരണശാലകൾ വിരളമാണെന്നിരിക്കെ മിൽഗ്രാം ഒരു ആശ്വാസ കേന്ദ്രം തന്നെയാണ്.